ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിൽക്ക്, അതായത് കൃത്രിമമായിട്ടുള്ള പട്ടിന് പറയുന്ന പേരാകുന്നു റയോൺ. കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പട്ടിന് പറയുന്ന പേരാകുന്നു റയോൺ. ആർട്ടിഫിഷ്യൽ ഫൈബർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടന് പറയുന്ന പേരാകുന്നു നൈലോൺ. കൃത്രിമമായിട്ടുള്ള പ്ലാസ്റ്റിക്കിന് പറയുന്ന പേരാകുന്നു ബേക്കലൈറ്റ്. അതുപോലെ കൃത്രിമ റബ്ബറിന് പറയുന്ന പേരാകുന്നു നിയോപ്രീൻ. അതുപോലെ ആർട്ടിഫിഷ്യൽ ഷുഗറിന് പറയുന്ന പേരാകുന്നു സാക്കറിൻ. നൈലോൺ എന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള കോട്ടൺ ആകുന്നു നൈലോൺ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഫൈബർ ആകുന്നു നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ നഗരങ്ങളിലാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഫൈബർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടൺ, സിന്തറ്റിക് കോട്ടൺ വികസിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സിന്തറ്റിക് കോട്ടന് നൈലോൺ എന്നുള്ള പേര് വന്നത്. ന്യൂയോർക്ക്, ലണ്ടൻ നഗരങ്ങളിലാണ് ആദ്യത്തെ സിന്തറ്റിക് കോട്ടൺ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് സിന്തറ്റിക് ഫൈബറിനെ അല്ലെങ്കിൽ സിന്തറ്റിക് കോട്ടനെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടനെ നൈലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള പട്ടിൻ്റെ പേരാകുന്നു, സിൽക്കിൻ്റെ പേരാകുന്നു റയോൺ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിൻ്റെ പേരാകുന്നു ബേക്കലൈറ്റ്. ബേക്കലൈറ്റിന് മുമ്പ് പ്ലാസ്റ്റിക്കിന് സമാനമായി തന്നെ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വസ്തു ഉണ്ടായിരുന്നു, അതിൻ്റെ പേരായിരുന്നു പാർക്കിസൺ. ഓക്കെ, പാർക്കിസണും ബേക്കലൈറ്റും ഓപ്ഷനിലുണ്ടെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ പാർക്കിസനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പാർക്കിസൺ ഇല്ല, ബേക്കലൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ബേക്കലൈറ്റിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ ശരിക്കും ഫേമസ് ആയി നിൽക്കുന്നത് ബേക്കലൈറ്റ് ആണ്. അതിനു മുമ്പ് പ്ലാസ്റ്റിക്കിന് സമാനമായ ഒരു വസ്തു നമ്മൾ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ പേരാണ് പാർക്കിസൺ. അപ്പോൾ പാർക്കിസണും ബേക്കലൈറ്റും ഓപ്ഷനിലുണ്ടെങ്കിൽ പാർക്കിസൺ ഓപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ബേക്കലൈറ്റ് ഓപ്റ്റ് ചെയ്യുക. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ റബ്ബറാകുന്നു നിയോപ്രിൻ. ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള ഷുഗറാകുന്നു സാക്കറിൻ. ഓക്കെ, താങ്ക് യു.